ഇവിടെ വരൂ. നിന്റെ കാത് കൊള്ളാം, കാതിൽ കിടക്കുന്ന കമ്മലും കൊള്ളാം. പക്ഷേ ഒറ്റ കമ്മലിട്ടുകൊണ്ട് നീ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? എവിടെയാണ് പോയത്? മാഡം, അത് സ്റ്റേജിലെങ്ങുമില്ല. അതെവിടെയാണെന്ന് വേഗം കണ്ടുപിടിക്കൂ. അതെന്റെ മുത്തശ്ശി എനിക്ക് അവസാനമായി തന്ന ഗിഫ്റ്റ് ആയിരുന്നു. വേഗം വേഗം ഒന്ന് കണ്ടുപിടിക്കൂ. ഞാനുണ്ട്. ഞാൻ നിന്റെ കമ്മല് കണ്ടെത്തി തരാം. ഞാൻ നിന്നെ ദൂരത്ത് നിന്നും കണ്ടതാണ്, അടുത്ത് നിന്നും കണ്ടതാണ്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കാതിൽ ഒരു കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ എന്റെ അമ്മേ, അപ്പൊ എന്റെ കമ്മല് വേറെ എവിടെയെങ്കിലാണോ കളഞ്ഞത്? ഇനി ഞാൻ എന്റെ കമ്മല് എങ്ങനെ കണ്ടെത്തും? ഞാനുണ്ടല്ലോ. അങ്ങുണ്ട്. അങ്ങ് ഡോക്ടറാണ്, ഡിറ്റക്റ്റീവ് അല്ലല്ലോ. പിന്നെ അങ്ങ് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും. വലിയ വലിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആളല്ലേ. കമ്മല് വളരെ ചെറുതല്ലേ. അതെ, ഒന്ന് കണ്ടുപിടിച്ചു തരാമോ? തീർച്ചയായും. എന്നോടൊപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവര് കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ശക്തിയും കിട്ടും, എക്സ്ട്രാ ബുദ്ധിയും എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് തീർച്ചയായും കണ്ടെത്തി തരാൻ കഴിയും. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കമ്മൽ കണ്ടെത്തി തരില്ലേ? അല്ല, ഇവരുടെ കമ്മല. അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയും രണ്ടുപേർക്കും വേണ്ടി അന്വേഷിക്കാം ഡോക്ടർ ബാലു. നിങ്ങൾ പേടിക്കണ്ട. കമ്മൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇവിടെ വരും മുമ്പ് നിങ്ങൾ എവിടെയൊക്കെയാ പോയത്? ഞാന് ദേവരാജന്റെ സ്വീറ്റ് ഷോപ്പിൽ പോയായിരുന്നു. എനിക്ക് ബദാം ഹൽവ എന്ന് വെച്ചാല് വലിയ ഇഷ്ടാ. ഞാനുണ്ട്. ഞാൻ നിനക്ക് ഒരുപാട് അലുവ വാങ്ങിച്ചു തരാം. അത് കഴിച്ച് നീ ഒരുപാട് തടിച്ച് പിന്നെ തടി കുറയ്ക്കാനായിട്ട് ദിവസവും എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. നിങ്ങളെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പുതിയതായി ഇറങ്ങിയ സിനിമ എന്തെങ്കിലും എന്റെ മുഖത്ത് കാണിക്കുന്നുണ്ടോ? കമ്മൽ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇവരുടെ സന്തോഷമാണ് എന്നും എപ്പോഴും എന്റെയും സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ. വാ, വന്ന് കമ്മൽ അന്വേഷിക്ക്. സംശയമുണ്ടോ? മാഡത്തിന് കമ്മൽ കിട്ടിയാൽ മാത്രമാണ് സന്തോഷം. എനിക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ സന്തോഷമാണ്. കണ്ണു തുറന്ന് നന്നായി നോക്കി നമ്മൾ ഇവരുടെ കമ്മൽ കണ്ടെത്തണം. ഇവിടെ വരൂ. ഇവരെ എത്രയും പെട്ടെന്ന് ആ സ്വീറ്റ് സ്റ്റാളിലേക്ക് കൊണ്ടുപോകൂ. സ്വാഗതം, സുസ്വാഗതം. എന്റെ കടയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ വരൂ. നോക്കൂ, ഞങ്ങളുടെ ഒരു അത്യാവശ്യ കാര്യം. ബദാം സ്വീറ്റ് ഉണ്ടല്ലോ, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. കാര്യം പറയുന്നതിന് മുമ്പ് വായിക്കാത്ത സ്വീറ്റ് കയറ്റിയാൽ എങ്ങനെയാ? ഇഷ്ടം പോലെ സ്വീറ്റ് കഴിച്ചോളൂ, സന്തോഷമായിട്ടിരിക്കൂ. ഇവിടെ വരൂ. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും എന്റെ സ്വീറ്റ് കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം. അതാണ് എനിക്ക് വേണ്ടതും. എല്ലാം നന്നായിട്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് എനിക്ക് ഓർഡർ തന്നാ മതി. ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ സിറ്റിയിൽ ഏറ്റവും നല്ല സ്വീറ്റ് എന്റെ കടയിലാണ് ഉള്ളത്. ഇവിടെ രസഗുളയുണ്ട്,
എന്ത് ചോദ്യമാണിത്? ഉണ്ടല്ലോ. ആദ്യത്തെ നന്നായിട്ടൊന്ന് കഴിക്കേ, എന്നിട്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായിട്ടൊന്ന് കേക്കേ. ഇനിയാൾ ഏതായാലും കുറച്ചു നേരത്തേക്ക് മിണ്ടില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങളിവിടെ എന്റെ കമ്മൽ അന്വേഷിച്ചു വന്നതാ. അത് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? മറുപടി പറയേ. എങ്ങനെ പറയാനാണ്? അദ്ദേഹത്തിന്റെ വാ മുഴുവനും ലഡുവാണ്. വാ തുറക്കാതെ നിങ്ങളുടെ തല മാത്രം ആട്ടി പറഞ്ഞാ മതി. നിങ്ങളിവിടെ കമ്മല് കണ്ടായിരുന്നോ? അതെവിടെയാണ്? ഇയാള് വീട്ടിൽ കൊണ്ടുപോയി അയാളുടെ ഭാര്യക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. തനിക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഭാര്യയ്ക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? ഇയാളിപ്പോ പറഞ്ഞത് നാണോ ഇല്ലെന്നാണ്. എന്താ അങ്ങനെയല്ലേ? ഞാൻ ഒരെണ്ണം തരികയാണെങ്കിൽ നിന്റെ കാതിന്റെ പണി അതോടെ തീരും. പിന്നെ ജീവിതകാലം മുഴുവനും തനിക്ക് കാത് കേൾക്കാതെ ജീവിക്കേണ്ടി വരും. ഭാര്യക്ക് ഗിഫ്റ്റ് കൊടുത്തതല്ല, ഞാനത് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടാ പറഞ്ഞത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാ അവർക്ക് കൊടുക്കാനായിട്ട്. ഞാൻ എന്റെ ഭാര്യയോട് വിളിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ പോയി ആ കമ്മൽ വാങ്ങിച്ചോ. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് കമ്മല് വാങ്ങാൻ വേണ്ടി വന്നതാ. നിങ്ങൾ തെറ്റായിട്ടുള്ള സ്ഥലത്താ വന്നത്. കമ്മല് വാങ്ങണമെങ്കിൽ വല്ല ജ്വല്ലറിയിലോട്ടും പോ. ഇവിടെ വരൂ. ഇത് ജുമാജിയാണ്. ഇവരുടെ മുത്തച്ഛന്റെ കമ്മലാണ്. ഇവരുടെ മുത്തച്ഛൻ കൊടുത്തതാണ് ആ കമ്മൽ. അത് നിങ്ങളുടെ ഭർത്താവിന്റെ കടയിൽ കളഞ്ഞുപോയി. നിങ്ങളുടെ ഭർത്താവാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്തുപോയി എന്ന്. ആര് നിങ്ങളാണോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇവരുടെ കമ്മൽ നിങ്ങൾ ഇവർക്ക് തന്നെ കൊടുത്തേക്കൂ. എന്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു കാര്യം പിടികിട്ടുന്നില്ല. ഏതമ്മച്ചി, ഏത് ഭർത്താവ്, ഏത് ഭാര്യ, അല്ല ഏതാണ് ഈ ജുമ? ഇവർക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളാണ് ഭാര്യ. ദാ ജുമ ഇതാണ്. അപ്പൊ പിന്നെ ഭർത്താവ് ആരാണ്? കടയിലുള്ളതല്ലേ നിങ്ങളുടെ ഭർത്താവ്? സംശയമുണ്ടോ? അദ്ദേഹം എന്റെ ഭർത്താവ് തന്നെയാ. പക്ഷെ അങ്ങേര് എനിക്ക് എന്തിനാണ് കമ്മല് തരുന്നത്? ഇവർക്ക് അവരുടെ മുത്തശ്ശിയാണ് കൊടുത്തത്. ആ, ആ, അല്ല എന്റെ ഭർത്താവ് എന്തിനാണ് ഇവരുടെ മുത്തശ്ശിക്ക് കമ്മല് കൊടുക്കുന്നത്? ആ, അത് ചിലപ്പോ മുത്തശ്ശനായിരിക്കും. ജുമാജി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് നിങ്ങളുടെ മുത്തശ്ശന്റെ കമ്മലെങ്ങനായിരുന്നോ? എടാ, മുത്തശ്ശൻ എന്തിനാടാ കമ്മലിടുന്നത്? ആ, അപ്പൊ മുത്തശ്ശിയുടെ കമ്മലായിരിക്കും. അതുകൊണ്ട് മുത്തശ്ശൻ ജുമാജിക്ക് ആ കമ്മല് കൊടുത്തായിരിക്കും. പിന്നെ എന്തിനാടാ എന്റെ അടുത്ത് വന്ന് കമ്മല് ചോദിക്കുന്നത്? അത് ശരിയാണല്ലോ കൊച്ചലിയ, ഇവരുടെ അടുത്ത് നമ്മളെന്തിനാ വന്ന് ചോദിക്കുന്നത്? മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. കടയിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കൊരു കമ്മല് കൊണ്ട് തന്നായിരുന്നോ? ആ കമ്മല് ഇവരുടേതായിരുന്നു. അത് ഇവർക്ക് കൊടുത്തേക്ക്. അതിനതെന്റെ മോൻ കൊണ്ടുപോയല്ലോ. അപ്പൊ നിങ്ങളുടെ മോൻ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടാറുണ്ടോ? എടാ മോൻ എന്നല്ലേ പറഞ്ഞത്? നിനക്കെന്താ ചെവി കേട്ടുകൂടെ? മോൻ എങ്ങനെയാടാ കമ്മലൊക്കെ ഇടുക? അതെ, അവനെന്തിനാ ഇടുന്നേ? അവൻ വളരെ നല്ല കുട്ടിയാ. എന്റെ മോൻ എന്നോട് പറഞ്ഞത് ഈ കമ്മൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നാ. അതുകൊണ്ട് ഞാൻ ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോളാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. പോലീസ് സ്റ്റേഷനിലേക്കോ? ഡോക്ടർ ബാലു, നമ്മളിങ്ങനെ പതിയെ നടന്നു പോവുകയാണെങ്കിൽ ആ പയ്യനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാ? ഈ പിള്ളേരുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞാൻ ഓടി വരാം. കുരങ്ങന്മാരെ പോലെ തുള്ളിച്ചാടി വരാം. അതും സന്തോഷത്തോടെ. അതിന്റെ ഒരാവശ്യവും ഇല്ല. സംശയമുണ്ടോ? അതെ, അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്പെക്ടർ പാണ്ഡെ അടുത്ത് അത് നമുക്ക് വാങ്ങാം. നമ്മളാ പയ്യനെ സഹായിക്കണം. എടാ നന്നായിട്ട് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ. അതാ മുന്നലാലിന്റെ മോന. സംശയമുണ്ടോ? ഗുണ്ടകൾ അവന്റെ അടുത്ത് സാധനങ്ങൾ മോഷ്ടിക്കാൻ നോക്കുകയാണ്. എന്റെ കമ്മൽ! ഇവിടെ വരൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ കമ്മൽ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കൂ. അത് ശരി, അപ്പൊ ഈ കമ്മൽ നിങ്ങൾ എന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണല്ലേ? ഞങ്ങൾ പറയുന്നത് ഇവിടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. കുറച്ചുപേര് അതിലേ പോ. കുറച്ചുപേര് എന്റെ പുറകെ തന്നെ വാ.
പേടിക്കണ്ട, ഞാൻ കമ്മൽ മോഷ്ടിക്കാൻ വന്നതല്ല. ഈ കമ്മൽ ജുമാജിയുടേതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്. നിങ്ങൾ ഇത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇവിടെ വരൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ പക്കലുള്ള ആ കമ്മല് ജുമാജിയുടേതാണ്. ഒരു കാതിലെ കമ്മലുള്ളൂ, മറ്റേ കാതിൽ കമ്മലില്ല. ആ കമ്മലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് ശരി, ഡ്യൂപ്ലിക്കേറ്റ് കമ്മലിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? ഇവൻ എന്തൊരു ജന്തുവാണ്. സംശയമുണ്ടോ? ദേ നോക്ക്, നിന്റെ അച്ഛനെ നീ ഫോൺ ചെയ്ത് ചോദിച്ചു നോക്ക്. അദ്ദേഹമാ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ആ അച്ഛാ, ഇതാ കുറെ പേര് കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. എന്നാ പിടിച്ചോ നിങ്ങളുടെ കമ്മല്. മുത്തശ്ശിയുടെ കമ്മൽ വളരെ നന്ദിയുണ്ട് കുട്ടികളെ. ആ നന്ദിയിൽ കുറച്ച് എനിക്ക് കൂടി തരൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞാനുണ്ട്. ഞാൻ എന്ത് പറഞ്ഞുവോ ആ കാര്യം ഞാൻ ചെയ്തു തീർത്തു. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് സംഭവിച്ചു. നിങ്ങളുടെ മുത്തശ്ശിയുടെ കമ്മല് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്റെ മുത്തശ്ശിയല്ല, എന്റെ ഹസ്ബൻഡിന്റെ മുത്തശ്ശിയുടെ കാര്യ പറഞ്ഞത്. ബട്ട് താങ്ക് യു, നിങ്ങൾ എന്തായാലും എന്നെ സഹായിച്ചു. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വല്ലാതെ ദേഷ്യം വരുമായിരുന്നു. അതെ, ഹസ്ബൻഡ് തന്നെയാ. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും വന്ന് മറക്കാതെ എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണം. ഡോക്ടർ ബാലു, ജുമാജിയുടെ കമ്മൽ എന്തായാലും നിങ്ങൾ കണ്ടെത്തി കൊടുത്തല്ലോ. അതെ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിൽ തുള്ളിച്ചാടേണ്ടതാ. ഓ. ഇവിടെ വരൂ. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാലും അവരുടെ കമ്മൽ നമ്മൾ കണ്ടെത്തി കൊടുത്തിരിക്കുന്നു. ഇത് തുള്ളിച്ചാടേണ്ട സമയമല്ല. ജുമാജിയുടെ ഭർത്താവിനെ കണ്ട് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടേണ്ട സമയമാണ്. വരൂ.